ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് 2 യൂണിറ്റാണ്. യൂണിറ്റ് 8ഉം 9ഉം. 8ൽ നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് പല വിധത്തിലുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എന്താണ്, പ്രഷർ ഗ്രൂപ്പ്സ് എന്താണ്, അവരുടെ സ്ട്രാറ്റജീസ് എന്താണ്, ടെക്നിക്സ് എന്താണ്, അവരെങ്ങനെയാണ് ഗവൺമെന്റുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡ്സ് ഗവൺമെന്റിൽ നിന്ന് സാധിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് 18ാം നൂറ്റാണ്ട്. അപ്പൊ അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു, അർബനൈസേഷൻ വരുന്നു, പുതിയതായിട്ടുള്ള പഠിത്തങ്ങളും മോഡേൺ എഡ്യൂക്കേഷനും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ പഠിച്ചതിന് ശേഷമാണ് ഡെമോക്രസിയിൽ നമ്മൾ ഒരു ഗ്രൂപ്പ്, അതായത് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയാം. അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പബ്ലിക് പോളിസിന്റെ ഔട്ട്കംസ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഫേവറിറ്റിസം അവർക്ക് വേണ്ടുന്നത് ഗവൺമെന്റിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ പ്രഷർ ഗ്രൂപ്പിന്റെ ഉദ്ദേശം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് പ്രഷർ ഗ്രൂപ്പിന്റെ എന്താണ് പ്രഷർ ഗ്രൂപ്പ് എന്നുള്ളത് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഡെഫിനിഷൻ നോക്കുമ്പോൾ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ സ്ട്രക്ചറിലും റിയൽ യൂണിയനിലും വരുന്ന പബ്ലിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ്. രണ്ടാമത് നോക്കുമ്പോൾ ഈ പബ്ലിക് ബോഡീസ് അവർ തന്നെ ചൂസ് ചെയ്ത ഡയറക്ഷനും അവർ തന്നെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, അതിൽ കൂടെ ഗവൺമെന്റിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പറയാം, വേറൊരു കാര്യം പറയാം, ഒരു അസോസിയേഷൻ, ഒരു ആൾക്കാരുടെ ഇൻഡിവിജ്വൽസിന്റെ അസോസിയേഷൻ ജോയിന്റ് ആയിട്ട് നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ നിയമപ്രകാരം അപ്രൂവൽ മേടിച്ച് കോർപ്പറേഷൻ എടുക്കുക, അതും പ്രഷർ ഗ്രൂപ്പാണ്. നാലാമതായിട്ട് നോക്കുമ്പോൾ ഓർഗനൈസേഷൻസ് ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പോളിസികളും അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള പബ്ലിക് ഓഫീസിന്റെയും ഒരുമിച്ച് ഉള്ളവാക്കുക. അപ്പൊ ഉദ്ദേശിക്കുക എന്ന് വെച്ചാല് ഈ ഡെഫിനിഷൻസ് എല്ലാം ക്ലിയർ ചെയ്യുന്നത് വോളണ്ടറി സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. അവരുടെ ഉദ്ദേശം അൺഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് സ്റ്റോപ്പ് ചെയ്യുക, ആവശ്യമുള്ളത് നടത്തിച്ചെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് നോക്കുമ്പോൾ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ഇൻഡിവിജ്വൽസും റെസ്പോൺസിബിൾ ആണ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം നടത്തിച്ചെടുക്കാനും പബ്ലിക് പോളിസീസിൽ നിർബന്ധിതപ്പെടുന്നു. ഇതിൽ റീസെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് പ്രഷർ ഗ്രൂപ്പ് എന്താന്ന് വെച്ചാല് സോഷ്യൽ മൂവ്മെന്റ്സ് ആണ്. സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയറമെന്റ്. ഇപ്പൊ എല്ലായിടത്തും കാണുന്നുണ്ട്, എൻവയറമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതേമാതിരി തന്നെ കറപ്ഷൻ നിലവിലാക്കണം, നിർത്തലാക്കണം, ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി വാദിക്കുന്നു, എഡ്യൂക്കേഷനെ പറ്റി പറയുന്നു, ഹെൽത്തും ലൈവ്ലിഹുഡും ഒക്കെ പറയുന്നു. നമുക്ക് ഈ നർമ്മദ ബച്ചാവോ ആന്തോളനൊക്കെ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ പ്രഷർ ഗ്രൂപ്പാണ്. അവരുടെ ഉദ്ദേശം എൻവയറമെന്റ് പ്രൊട്ടക്ഷൻ ആണ്. അതേമാതിരി കറപ്ഷൻ നടക്കുന്നുണ്ട്, അതിനെ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ ഈ പ്രഷർ ഗ്രൂപ്പ്സിന്റെ സൈസ് വേരി ചെയ്യും. ഓരോരുത്തരുടെയും ഏരിയ ഓപ്പറേഷനും അവരുടെ ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതും ഓപ്പറേഷൻ ലെവലിലും അവരുടെ ആൾക്കാരുടെയും ബൗണ്ടറീസ് ഒക്കെ വരുമ്പോൾ അതിന്റെ സൈസ് എത്ര വലിയ സൈസ് ആണെന്നുള്ളത് കുറഞ്ഞും കൂടിയും ഇരിക്കാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ കോൺഫെഡറേഷൻ ഓഫ് ഫ്രീ ട്രേഡ് യൂണിയൻ, കൗൺസിൽ ഓഫ് യൂറോപ്യൻ ഇൻഡസ്ട്രി, അമിറ്റ്സ്റ്റി ഇന്റർനാഷണൽ, ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റ്, ഓക്സ്ഫോം, ഇതൊക്കെ ക്രോസ് കൺട്രി ബോർഡറിൽ സോഷ്യലായിട്ട് നാഷണൽ ആയിട്ടുള്ള പ്രഷർ ഗ്രൂപ്പ്സ് ആണ്. ഈ പ്രഷർ ഗ്രൂപ്പ്സ് കളക്റ്റീവായിട്ട് വേൾഡ് സോഷ്യൽ ഫോറം എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ട്, അതിലും അഡ്വക്കേസി ഗ്രൂപ്പ് ഉണ്ട്, സോഷ്യൽ മൂവ്മെന്റ്സ് ഉണ്ട്. ഓരോ കൺട്രിയിൽ നിന്നും മറ്റേ കൺട്രിയിലേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലാണ് വരിക. അതിന്റെ സൈസ്, സ്ട്രെങ്ത്, ഏരിയ ഓഫ് ഓപ്പറേഷൻ, പ്രഷർ ഗ്രൂപ്പ്സ്, ഇതെല്ലാം കൂടെ സൊസൈറ്റിയിലും പൊളിറ്റിക്സിനും കൺസിഡേർഡ് ആയിട്ടുള്ള ആ കോമ്പോണന്റിനെയാണ് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേൾഡ് സോഷ്യൽ ഫോറം എന്താന്ന് വെച്ചാൽ അതൊരു കളക്റ്റീവ് ആയിട്ടുള്ള സോളിഡാരിറ്റി ഫോം ആണ്. സിവിൽ ആയിട്ടുള്ള സൊസൈറ്റികളിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഫാർമേഴ്സിന്റെ അല്ലെങ്കിൽ കർഷകരുടെ ഗ്രൂപ്പ്, പഠിച്ചുള്ള ഇന്റലക്ച്വലിന്റെ ഗ്രൂപ്പ്, സ്ത്രീകളുടെ ഗ്രൂപ്പ്, യൂത്തിന്റെ ഗ്രൂപ്പ്, എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് അവരുടെ വേൾഡ് എയിം എന്താന്ന് വെച്ചാൽ
ടു കണ്ടം എല്ലാ ഹാംഫുൾ ആയിട്ട് എഫക്ട്സ് ഗ്ലോബലൈസേഷനിലേക്കും ഈ അതേമാതിരി എസ്റ്റാബ്ലിഷ്മെന്റ് എന്താ പറയാ ഒരു നല്ലൊരു രാജ്യം കെട്ടിപ്പടുക്കാനാണ് അവരുടെ ഉദ്ദേശം. ഈ ഗ്രൂപ്പിന്റെ ആനുവൽ ഫോറം ഫസ്റ്റ് ടൈം ആയിട്ട് 2001 പോർട്ടോ അലിഗ്രി ബ്രസീലിലാണ് നടന്നത്. അവിടെ ഓർഗനൈസ് ചെയ്തത് ആന്റി ഗ്ലോബലൈസേഷൻ ക്യാമ്പയിൻ എല്ലാ നാട്ടിലും നടത്തണം. അതേമാതിരി ഈ ഫോറം എമർജൻസി ആയിട്ട് ആൾട്ടർനേറ്റീവ് ടു ദ വേൾഡ് എക്കണോമിക് ഫോറത്തിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. അത് ഡാവോസ് സ്വിറ്റ്സർലാൻഡിൽ നടന്നു. ഡിനൗൺസിങ് അല്ലെങ്കിൽ നിയോ ലിബറൽ എക്കണോമിക്സ് പോളിസീസ് കൊണ്ടുവരണം. അപ്പോൾ WSF വേൾഡ് സോഷ്യൽ ഫോറം അതിൻ്റെതായ ഗ്ലോബലൈസേഷനിലും അവരുടേതായ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും WTO IMF ഇവര് കണക്ഷൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ പ്രഷർ ഗ്രൂപ്പ് എങ്ങനെയാ ഉണ്ടാവുന്നത് നോക്കാം. അപ്പൊ ഏൻഷ്യന്റ് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ പറഞ്ഞു പൊളിറ്റിക്സില് മാൻ ഈസ് എ സോഷ്യൽ നേച്ചർ ബൈ നേച്ചർ എ സോഷ്യൽ ആനിമൽ. ഒരു സൊസൈറ്റിയിൽ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാൾക്കാരാണ് നമ്മളുടെ ആൾക്കാർ, മനുഷ്യന്മാര്. അപ്പൊ ആ ഇൻസെന്റീവ് വെച്ച് നോക്കുമ്പോൾ അവൻ്റെതായ തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ സൊസൈറ്റി ഉണ്ടാക്കുകയും ആ സൊസൈറ്റി വഴി വ്യത്യാസങ്ങൾ വരുത്തുകയും ആ വ്യത്യാസങ്ങൾ പിന്നെ പിൽക്കാലത്ത് അത് ഗ്രൂപ്പ് പൊളിറ്റിക്സ് ആവുകയും അങ്ങനെ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും ആ സൊസൈറ്റിയില്. റിലീജിയൻ പല മതപരമായ ആൾക്കാരുണ്ടാവും, എത്നിസിറ്റി ഉണ്ടാവും, പല വിധത്തിലുള്ള പ്രൊഫഷൻസ് ഡീൽ ചെയ്യുന്നവരുണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ട്, ഫാർമേഴ്സ് ഉണ്ട്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഒരു യൂണിയൻ ഒരു പ്രഷർ ഗ്രൂപ്പിലേക്ക് ആവുന്നത്. അപ്പൊ അങ്ങനെ ഈ പ്രഷർ ഗ്രൂപ്പ് എടുത്തു കഴിയുമ്പോൾ പെർട്ടിക്കുലർ ആയിട്ട് അമേരിക്കൻ വാറും ഫ്രഞ്ച് റവല്യൂഷനും ശേഷം 18ാം നൂറ്റാണ്ടിൽ ഈ ഡെമോക്രാറ്റിക് ഐഡിയാസ് അതേമാതിരി ജനാധിപത്യ ഐഡിയാസ് എല്ലായിടത്തും വളരുകയും അതിനെ പറ്റിക്കൊണ്ട് ന്യൂ പ്രഷർ ഗ്രൂപ്പ്സ് മൈനോറിറ്റി ആയാലും വിമൺ ആയാലും എല്ലാം ഒരുമിച്ച് കൂടി ഉണ്ടാക്കി. അതായത് അബോളിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടനില് 1787 സ്ലേവ് ട്രേഡിനെ എതിർത്തിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടായി. അതേമാതിരി സൊസൈറ്റി ഓഫ് വേൾഡ് റൈറ്റ്സ് ലേഡീസിന്റെ വുമൻസ് റൈറ്റ്സ് അത് 1866 ഫ്രാൻസിലുണ്ടായി. അവിടെ വേൾഡിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടണം, വോട്ടിംഗ് അവകാശം കിട്ടണം. വുമൻസ് സഫറേജ് മൂവ്മെന്റ് എന്നാണ് അതിന് പറയാ. 19ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഇതേമാതിരി പല ബിസിനസ് ഗ്രൂപ്പുകളും ട്രേഡ് യൂണിയൻസും എല്ലാം ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചെറുതായിട്ട് പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പ്രഷർ ഗ്രൂപ്പ്സിന്റെ റോളിൽ ഇൻഫ്ലുവൻസ് നല്ല വിധത്തിൽ നടക്കുന്നുണ്ട്. 20ാം നൂറ്റാണ്ടിലെ നടുവിൽ മധ്യഭാഗത്തും ഈ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് അവര് ഗ്രൂപ്പ് ഫോർമേഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് പ്രഷർ ഗ്രൂപ്പ്സും ബാക്കിയുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് എന്താണെന്ന്. അപ്പോൾ ബാക്കിയുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, ഇവരെ ഡിഫറൻസ് എന്താണ്? പ്രഷർ ഗ്രൂപ്പിനും ഇവർ തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ ഡിഫറൻഷിയേറ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, അതായത് ഈ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്. പ്രഷർ ഗ്രൂപ്പ് സെയിം കാറ്റഗറിയിലുള്ളവരായിരിക്കാം, ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം, അവര് തന്നെ സോഷ്യൽ സജസ്റ്റീവ്നെസ്സും ഷെയർഡ് ആയിട്ടുള്ള എയിംസ് ഉണ്ടാകാം. അപ്പോ പ്രഷർ ഗ്രൂപ്പിൽ കൂടെ പ്രയോറിറ്റി ആയിട്ട് അവരുടെ ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം നമ്മൾ കാണുന്നു അതർ ഗ്രൂപ്പില്, ബാക്കിയുള്ള ഗ്രൂപ്പിൽ സ്കോളേഴ്സ് പറയുന്ന ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അറ്റംപ്റ്റ് എന്തിനാ വെച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, ഗവൺമെന്റിനെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് സർട്ടൻ പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുക. അപ്പൊ ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് മിയർലി എന്താ വെച്ചാൽ അവർക്ക് സ്പെസിഫിക് ഗോൾസ് ഉണ്ട്, അതാണ് അവര് പ്രഷറൈസ് ചെയ്യുന്നത്. അങ്ങനെ ആ വേർഡ് പ്രഷർ എന്നുള്ളത് എങ്ങനെ വേണമെങ്കിലും നമ്മളുടെ രണ്ട് വ്യത്യാസങ്ങളിൽ കൂടെ എടുത്തുകൊണ്ട് പോകാം. പ്രഷർ ഗ്രൂപ്പ്സിന് ചില സമയത്ത് പവർഫുൾ ആയിരിക്കാം,
ചിലത് അത്ര പവർഫുൾ ആയിരിക്കുന്നുണ്ടാവില്ല. ഗവൺമെന്റിന്റെ പോളിസികൾ മാറ്റിയെടുക്കാൻ തക്ക വിധത്തിൽ പ്രാധാന്യമില്ലാത്തതും ആയിട്ട് വരാം. അപ്പോൾ എവരി ഗ്രൂപ്പും അവരുടേതായ ഗ്രൂപ്പിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് കൊണ്ടിരിക്കാൻ പറ്റുന്നുള്ളതാണ് നോക്കുന്നത്. ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്ന പ്രഷർ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്കും ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ഇനി ചില ടേമില് പ്രഷർ ഗ്രൂപ്പിനെ നമ്മൾ നെഗറ്റീവ് കൊണോട്ടേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇവിടെ എന്താ വെച്ചാൽ ഈ ലേബൽ സെക്ഷണൽ അല്ലെങ്കിൽ ലോബി ഇൻട്രസ്റ്റ്, സ്പെസിഫിക് ഇൻട്രസ്റ്റ് സൊസൈറ്റിയിൽ, അപ്പൊ അവർക്ക് ആ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ആറ്റിറ്റ്യൂഡ് ഗ്രൂപ്പ്സ്, പ്രഷർ ഗ്രൂപ്പ്സ്, അതിന്റെ ഡിസർവ് എന്താ വെച്ചാല് ഗവൺമെന്റിനെ കൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇനി പ്രഷർ ഗ്രൂപ്പും പൊളിറ്റിക്കൽ പാർട്ടീസും തമ്മിലുള്ള കണക്ക് എന്താ നോക്കാം. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ ഓരോ പാർട്ടിയുടെ ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ ചിലര് പൊളിറ്റിക്കൽ പാർട്ടീസ് മൊബിലൈസേഷൻ നടത്തിയെടുക്കുന്നു, അവർക്ക് ഗവൺമെന്റ് ഫോം ചെയ്യണം. പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഉദ്ദേശം ടു ഫോം എ ഗവൺമെന്റ്. അപ്പൊ പ്രഷർ ഗ്രൂപ്പിന്റെ ജനറൽ ഉദ്ദേശം ഇൻഫ്ലുവൻസ് ചെയ്യുക, പ്രഷറൈസ് ചെയ്യുക, ആ ഫോം ചെയ്ത ഗവൺമെന്റിനെ കൊണ്ട് അവർക്ക് വേണ്ട തരത്തിലുള്ള പോളിസികൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പ്രഷർ ഗ്രൂപ്പ്സ് ഡിവോട്ട് ചെയ്ത് എടുക്കുന്നത് മുഴുവനും അവരുടെ ഡിമാൻഡും അവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു ഡിസ്റ്റിങ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രഷർ ഗ്രൂപ്പ്സും പൊളിറ്റിക്കൽ പാർട്ടീസും വൺ പോളിസി ഏരിയ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ ചിലത് ട്രേഡ് യൂണിയൻ ആയിരിക്കാം, ഹ്യൂമൻ റൈറ്റ്സ് ആയിരിക്കാം, അവരുടെ പ്രൊട്ടക്ഷൻസ് ആയിരിക്കാം, അവരുടെ പ്രൊമോട്ടിംഗ് വെൽഫെയർ ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ എക്കണോമിക് പ്രോഗ്രാംസ് ആയിരിക്കാം. പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താ ഉദ്ദേശിക്കുന്നത്? അവരുടെ പോളിസീസ് നാഷണൽ ഡെവലപ്മെന്റ് എന്നുള്ള പോളിസിയിലേക്കായിരിക്കും അവർ ഉദ്ദേശിച്ച് കൊണ്ടുപോവുക. ഇവിടെ പൊളിറ്റിക്കൽ പാർട്ടീസും പ്രഷർ ഗ്രൂപ്പ്സും ഒരു എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടി അടുത്ത പാർട്ടിയോടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പർപ്പസ് സെർവ് ചെയ്യുന്ന പാർട്ടീനെ മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേമാതിരി തിരിച്ചും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രഷർ ഗ്രൂപ്പിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലേബർ പാർട്ടി ബ്രിട്ടനിലും ഓസ്ട്രേലിയയിലും അവര് വർക്കിംഗ് ലേബർ മൂവ്മെന്റ്സിന് വേണ്ടി വർക്ക് ചെയ്തവരാണ്. അതേസമയം ഇന്ത്യയിലെ ശിവസേന മഹാരാഷ്ട്ര, മിസോറോ നാഷണൽ ഫ്രണ്ട്, ഇത് പ്രഷർ ഗ്രൂപ്പ്സ് ആയിരുന്നു. അതേമാതിരി ആം ആദ്മി പാർട്ടി ഡൽഹിയില്, ഇത് ചെറിയ പ്രഷർ ഗ്രൂപ്പ്സ് ആയിരുന്നു. പക്ഷെ ആ ചെറിയ പ്രഷർ ഗ്രൂപ്പ് കൂടുതൽ കാലഘട്ടങ്ങളിൽ ആക്റ്റീവായി അവരൊരു പാർട്ടിയായി മാറി, പൊളിറ്റിക്കൽ പാർട്ടിയായി മാറി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആം ആദ്മി പാർട്ടി ഇലക്ഷനിലെ ഡൽഹിയിലേക്ക് നിന്നത്. ചെറിയ പ്രഷർ ഗ്രൂപ്പ് ലേറ്റർ ഓൺ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറി. അപ്പൊ ഇതേമാതിരി പ്രഷർ ഗ്രൂപ്പും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്. സിവിൽ എന്ന് പറയുമ്പോൾ സാധാരണ തരത്തിലുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, CSOs എന്നാ പറയാ. ഈ അസോസിയേഷൻസ് അവരുടെ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്തെടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടെ ഗവൺമെന്റിന്റെ പോളിസികളിൽ, പബ്ലിക് പോളിസികളിൽ അവരുടെ ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റ് കാണും. ഇന്ത്യയില് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ് ലൈക്ക് ലോക് സട്ട, ജനഗ്രഹ, ഫൗണ്ടേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്, ഇവരൊക്കെ പെർസ്വേഡിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ടു ഫൈൻഡിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ട്രാൻസ്പാരൻസി ഉള്ളതും, അതായത് തട്ടിപ്പില്ലാത്ത വളരെ ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പാരൻസി വേണമെന്ന് റിക്വയർമെന്റ് ഉള്ള ഒരു പാർട്ടികളാണ്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് വോട്ടറിന്റെ രജിസ്ട്രേഷൻ സിഗ്നിഫിക്കന്റ് ആയിട്ട് അത് പറയുന്നു. FDRല് ഡെമോക്രാറ്റിക് പ്രത്യേകം അവരെടുത്ത് പറയുന്നത് ഈ ട്രാൻസ്പാരൻസി, തെളിവായിട്ടുള്ള ഇൻഫർമേഷൻ, അതിൽ കൂടെ നമ്മൾ ഇട്ടേക്കുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ, സ്പീഡി ഡെലിവറി ഓഫ് ജസ്റ്റിസ് ബൈ ദ ജുഡീഷ്യറി, ഇതൊക്കെയാണ് അവരുടെ ഗ്രൂപ്പുകൾ. അപ്പൊ അങ്ങനെ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസും പ്രഷർ ഗ്രൂപ്പ് വഴി അവരുടെ ഇൻട്രസ്റ്റുകൾ നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ എല്ലാ ഉദ്ദേശിക്കുന്നത് അവരുടെ ക്യാരക്ടറൈസേഷൻ എടുത്തു വരുമ്പോൾ, ക്യാരക്ടറിസ്റ്റിക്സ് പ്രഷർ ഗ്രൂപ്പിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അവരുടെ ഒബ്ജക്റ്റീവ്സും ഡിമാൻഡും ഡിഫറെന്റ് ആയിരുന്നാൽ കൂടെ ഒരു കളക്റ്റീവ് ഗ്രൂപ്പായിട്ടുള്ള ഒരു കളക്റ്റീവ് ഇൻട്രസ്റ്റ് അവിടെ കാണാൻ പറ്റും. ഈ കളക്റ്റീവ് ഇൻട്രസ്റ്റിൽ കൂടെ
എക്സിബിറ്റ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സും ഒന്നായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ എലക്ഷൻസ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഗവൺമെന്റൽ അഫയേഴ്സിൽ ഇൻവോൾവ്മെന്റ് വേണോ, അതേ പ്രഷറൈസ് ചെയ്ത് ഗവൺമെന്റ് ഏജൻസിയിൽ കൂടെ ബ്യൂറോക്രാറ്റ്സിൽ കൂടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള നമ്മളുടെ കാര്യങ്ങൾ നടത്തിച്ചെടുക്കണമോ, ഇതാണ് ഉദ്ദേശം. അപ്പോ പൊളിറ്റിക്കൽ ബാർഗെയിനിങ്ങിൽ കൂടെ അല്ലെങ്കിൽ വിലപേശലിൽ കൂടെ നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ സാധിച്ചെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ചില വേറെ ഗ്രൂപ്പുകളുണ്ട്, ആ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് എന്ന് പറയും. അപ്പൊ അവർക്ക് ഫൈനാൻസ് ചെയ്യുക, ഇലക്ട്രൽ പൊളിറ്റിക്സ്, ഇലക്ഷൻ ടൈമിൽ പൊളിറ്റിക്സിൽ ഫൈനാൻസ് ചെയ്യുന്ന ഗ്രൂപ്പായിരിക്കും. അതേമാതിരി അവർ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടീനെ അല്ലെങ്കിൽ കാൻഡിഡേറ്റിനെ അവരുടേതായ ഇൻട്രസ്റ്റിൽ കൊണ്ടുവരണം. വലിയ വലിയ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒളിഗാർക്കി എന്ന് പറഞ്ഞൊരു സിസ്റ്റം, അതായത് ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പ് കൺട്രോളിങ് ദ ഗവൺമെന്റ്. പ്രഷർ ഗ്രൂപ്പിന്റെ മെയിൻ്റെനൻസ് ആണ് ആ ഹൈ റാങ്കിങ് എക്സിക്യൂട്ടീവ്സിന്റെ. അവരെ അതേമാതിരി തന്നെ സപ്പോർട്ട് ചെയ്യുക, ആ ഗ്രൂപ്പിൽ കൂടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുക. അപ്പൊ ഇവർക്ക് പെർമനന്റ് പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഇല്ലെങ്കിൽ കൂടെയും പ്രഷർ ഗ്രൂപ്പിന് അവരുടെ കാര്യങ്ങൾ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിൽ നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഇത് ആവശ്യമാണ്. അതേമാതിരി തന്നെ ഇവരുടെ ഫങ്ഷൻസ്, ഡിമാൻഡ്സ്, അത് സോഷ്യൽ ആയാലും പൊളിറ്റിക്കൽ ആയാലും ഇക്കണോമിക്കലായാലും ഓരോ സമയാസമയത്തിന് മാറിക്കൊണ്ടേയിരിക്കും. ആ മാറുന്നതനുസരിച്ച് ക്യാരക്ടറിസ്റ്റിക്, പ്രഷർ ഗ്രൂപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്കും മാറും. അനദർ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ ചോദിച്ചാൽ ഒരു കളക്റ്റീവായിട്ടുള്ള അപ്രോച്ച്, അല്ലാണ്ട് ഒറ്റയ്ക്കുള്ള അപ്രോച്ച് അല്ല, ഒരു ഗ്രൂപ്പായിട്ടുള്ള അപ്രോച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ പ്രഷർ ഗ്രൂപ്പിനെ ക്ലാസിഫൈ ചെയ്യാണ്, എന്തൊക്കെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുകയാണ്. 4 ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ 4 എന്ന് വെച്ചാൽ ആദ്യത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രഷർ ഗ്രൂപ്പ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയുള്ള പ്രഷർ ഗ്രൂപ്പ്. അതായത് നമുക്ക് സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റി, ബ്യൂറോക്രസി, ഹോസ്പിറ്റൽസ്, പോലീസ്, ഇതൊക്കെ ഇങ്ങനത്തെ വരുന്ന ഒരു പ്രഷർ ഗ്രൂപ്പാണ്. അതേമാതിരി തന്നെ പ്രൊഫഷണലി എംപ്ലോയിഡ് ആയിട്ടുള്ള പേഴ്സണൽസ്, അവർ വരുമ്പോ എന്താ, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, ഇതൊക്കെ ഹൈലി ഓർഗനൈസ്ഡ് പ്രോപ്പർ റൂൾസ് ആൻഡ് റെഗുലേഷൻസോടുകൂടി ഓർഗനൈസേഷനുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഇതേമാതിരി തന്നെ ഇവരെ നമ്മൾ പ്രൊഫഷണൽ പ്രഷർ ഗ്രൂപ്പ് എന്നും പറയാറുണ്ട്. ഇതേമാതിരി തന്നെ നമുക്ക് കാണാം സിവിൽ അസോസിയേഷൻ, സിവിൽ സർവീസ് അസോസിയേഷൻ, IAS ഓഫീസേഴ്സും IPS ഓഫീസേഴ്സിനെയാണ് സിവിൽ സർവീസ് അസോസിയേഷൻ. പോലീസ് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ, ഡിഫൻസ് പേഴ്സണൽ അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ബാർ അസോസിയേഷൻ, ഓൾ ഇന്ത്യ ബാർ അസോസിയേഷൻ, ലോയേഴ്സിന്റെ. അപ്പൊ അവർക്കൊക്കെ ഈ ഇൻട്രസ്റ്റ് വരുമ്പോൾ ഇൻട്രസ്റ്റിൽ കൂടെ അവരുടെയൊക്കെ അസോസിയേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഗവൺമെന്റിൽ നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതേമാതിരി തന്നെ ചില ഗ്രൂപ്പിൽ നമുക്ക് അറിയാം, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൽ ഈ കർഷക ഗ്രൂപ്പിനും ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മുഴുവനും കർഷക ഗ്രൂപ്പിന്റെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ഡൽഹിയിൽ, പഞ്ചാബിൽ നിന്ന് വന്ന കർഷക ഗ്രൂപ്പിന്റെ. ഇനി അസോസിയേഷൻ പ്രഷർ ഗ്രൂപ്പ് എങ്ങനെയാ ഉണ്ടാക്കുന്ന വെച്ചാല്, നമ്മളുടെ തന്നെ അസോസിയേഷൻസ് ഉണ്ടാവും. ചേംബർ ഓഫ് കോമേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഫെഡറേഷൻ ഓഫ് കോമേഴ്സ്, IFSC, ഇൻഡസ്ട്രി, ഇതൊക്കെ വേരിയഡ് ആയിട്ടുള്ള പല വിധത്തിലുള്ള ടെക്നിക്കലും മാനേജ്മെന്റ് നോളജ് ഉള്ളവരാണ് അങ്ങനത്തെ ഒരു അസോസിയേറ്റഡ് പ്രഷർ ഗ്രൂപ്പ് എന്ന് വരുന്നത്. അവർക്കും കുറെ കഴിയുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഡിപ്പെൻഡൻസ് ഉണ്ടാവും, അവർ ഫണ്ട് കൊടുക്കുന്നുണ്ടാവും. ഗവൺമെന്റ് അവർക്ക് അത് ഈ ഇലക്ഷൻ ടൈമിൽ ഫണ്ട് കിട്ടുമ്പോൾ ഗവൺമെന്റ് അവർക്ക് കൺസെഷൻ കൊടുക്കും. ആ കൺസെഷൻ എന്ന് വെച്ചാൽ അവരുടെ ടാക്സിലും ടാരിഫിലും ട്രേഡിലൊക്കെ റിഡക്ഷൻ കൊടുക്കുക. അങ്ങനെ ചിലവിധ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു എക്കണോമിക് ആൻഡ് കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഭാരതീയ കിസാൻ ബാഗ്, ഭാരതീയ മൻസൂർ സമദ് സ്റ്റുഡന്റ് ഓർഗനൈസേഷൻ, അഖിൽ ഭാരതീയ വിദ്യാ പരിഷത്ത്, ഇതൊക്കെ നാഷണൽ സ്റ്റുഡന്റ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇതേമാതിരി സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ഈ കാറ്റഗറിയൊക്കെ ഡിവൈഡ് ചെയ്ത് ബിസിനസ് ഗ്രൂപ്പിലും ട്രേഡിംഗ് ഗ്രൂപ്പിലും അഗ്രികൾച്ചർ ഗ്രൂപ്പിലും വർക്കർ ഗ്രൂപ്പിലും സ്റ്റുഡന്റ് ഗ്രൂപ്പിലും എല്ലാത്തിലും ഉണ്ട്. ഇനി നോൺ അസോസിയേഷണൽ പ്രഷർ ഗ്രൂപ്പ് എന്താ? അങ്ങനെ വരുമ്പോൾ ഈ കൾച്ചർ, മതപരമായോ കൾച്ചർപരമായോ കിൻഷിപ്പ്, എത്നിസിറ്റി,
ട്രൈബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആദിവാസികളുടെ അഫിലിയേഷൻ, ഇതൊക്കെയാണ് നോൺ പ്രഷർ ഗ്രൂപ്പിലേക്ക് വരിക, അസോസിയേഷൻ ഇല്ലാത്തത്. പക്ഷെ അവര് ഫോർമലായിട്ടും സ്ട്രക്ചറൽ പ്രോഗ്രസ്സിലും അവർ അസോസിയേറ്റ്സ് എടുക്കുന്നുണ്ട്, ഡിമാൻഡ് എടുക്കുന്നുണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ ഇവിടെ വരുന്നത് ലാംഗ്വേജ്, റിലീജിയൻ എല്ലാമാണ്. ഇവിടെ നമ്മൾ കൺസേൺഡ് ആയിട്ട് ഗ്രൂപ്പിൽ വെക്കുമ്പോൾ ഫോക്കസിങ് പ്രൊട്ടക്ഷൻ ആണ്. കമ്മ്യൂണിറ്റി സർവീസ് ചെയ്ത്, പ്രൊട്ടക്ഷൻ ചെയ്ത്, പ്രൊമോഷൻ ചെയ്ത് ഇൻട്രസ്റ്റിൽ കൊണ്ടുവരിക, സോഷ്യോ കൾച്ചറൽ പ്രഷർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക. വിശ്വ ഹിന്ദു പരിഷത്ത്, അതേമാതിരി തന്നെ ലോകറിക് സേന, ഭൂമി സേന, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. സോഷ്യൽ, റിലീജിയസും കൾച്ചറും കൂടെ ഉള്ള ഗ്രൂപ്പിൽ കൂടെ അവരുടെ പ്രത്യേകമായിട്ട് കൾച്ചറൽ കമ്മ്യൂണിറ്റീസിൽ അവരുടേതായ കാര്യങ്ങൾ നടത്തിച്ചെടുക്കുക. ഇനി അനോമിക് പ്രഷർ ഗ്രൂപ്പ് എന്താന്ന് വെച്ചാല്, ഇത് ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവിനും പർപ്പസിനും വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ, നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു ക്ഷാമം വന്നു, അല്ലെങ്കിൽ ഒരു ഫെമിൻ വന്നു, സ്കേഴ്സിറ്റി ഓഫ് സോഴ്സസ് വന്നു, അല്ലെങ്കിൽ വരൾച്ച വന്നു. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണത്. അപ്പൊ ആ സമയത്ത് നമുക്ക് പിന്നെ ഇവിടെ മഴക്കാലം വന്നിട്ട് കഴിഞ്ഞ 18 നടന്ന അങ്ങനത്തെ ഗ്രൂപ്പുകൾ, ചെറിയ ഗ്രൂപ്പുകൾ, അവരുടെ ആക്ഷൻസ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. ചില സമയത്ത് അവർ പെട്ടെന്ന് വയലന്റ് ആകാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ വന്നതാണ് മിസോ നാഷണൽ ഫെമിൻ ഫ്രണ്ട് മിസോറത്തില്, ഓർ അസോം ഗോണ പരിഷത്ത്. ഇതും ആസാം മൂവ്മെന്റില് നമ്മള് അതിന് അനോമിക് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ സാഹചര്യം അനുസരിച്ച്, അവരുടെ ആവശ്യം അനുസരിച്ച് ടെമ്പററി ആയിട്ട് ഷോർട്ട് കുറച്ച് സമയത്തേക്ക് മാത്രം വരുന്ന ഒരു ഗ്രൂപ്പ്. അതിന്റെ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു. ചില സമയത്ത് അത് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറാനും ചാൻസസ് ഉണ്ട്. അങ്ങനെ മാറിയ പാർട്ടിയാണ് ശിവസേന മഹാരാഷ്ട്രയിലും, മിസോ നാഷണൽ ഫ്രണ്ട് മിസോറത്തിലും. അങ്ങനെ ചെറിയ ഗ്രൂപ്പിൽ നിന്ന് വലുതായിട്ട് വന്നതാണ്. ഇനി ഇവര് ഉപയോഗിക്കുന്ന ടാക്ടിക്സ്, പ്രഷർ ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന ടാക്ടിക്സ് എന്തൊക്കെ ആയിരിക്കും? ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ ടെക്നിക്കൽ സിസ്റ്റത്തില് ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ്, അതേമാതിരി തന്നെ എത്രത്തോളം കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. മാക്സിമം ബെനിഫിറ്റ് കിട്ടണം, അതാണ് അവരുടെ ഉദ്ദേശം. നമ്മൾ ഒരു കാര്യം പറയാറുണ്ട്, ലോബിയിങ്. ലോബിയിങ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇടനാഴികളിൽ ആൾക്കാരില് സ്ട്രൈക്കിൽ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഹൗസ് ഓഫ് ലോബിയിലാണ് ഇത് ലോബിയിങ് എന്ന് പറയാ. അതായത് പ്രഷർ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് അവരുടെ പാർലമെന്റ് നടത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുക, ഗവർണറിനെ അതേമാതിരി ഇൻഫ്ലുവൻസ് ചെയ്യുക, പൊളിറ്റീഷ്യൻസിനെയും ലെജിസ്ലേച്ചറിലും. ഇതൊക്കെ ഇങ്ങനെ ലോബിയിങ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റി ഡയറക്റ്റ് ആയിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റും, ഡെലിഗേഷൻസിന് അയക്കും, റെപ്രസെന്റേറ്റീവ്സിന് അയക്കും, ലെറ്റർ എഴുതി അയക്കും, ടെലിഫോൺ കോൾസ് കൊടുക്കും, ഇമെയിൽ കോൺവെർസേഷൻസ് കൊടുക്കും. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് പെർസ്വേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ആക്ടിവിറ്റീസ്, പല വിധത്തിലുള്ള ആക്ടിവിറ്റീസിൽ കൂടെ അവര് പ്രഷർ ചെയ്യും ഗവൺമെന്റിന്. അഡ്വർടൈസ്മെന്റ് പോപ്പുലർ മീഡിയ വഴിയും ന്യൂസ് പേപ്പറിലും റേഡിയോയിലും ഒക്കെ ആ കാലഘട്ടങ്ങളിൽ ആ സമയത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിനെ പറ്റി ചർച്ച ചെയ്യുക. അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ലോബിയിങ് ആണെങ്കിൽ പറയാം. ഒപ്പീനിയൻ, പബ്ലിക് ഒപ്പീനിയൻ എന്താണ്? പബ്ലിക് ഒപ്പീനിയൻ എന്ന് വെച്ചാൽ പബ്ലിക്കിന്റെ അറ്റൻഷൻ, മീഡിയന്റെ അറ്റൻഷൻ പിടിച്ചെടുക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കും, പ്രസംഗങ്ങൾ നടത്തും, വഴിയരികിൽ പ്രസംഗം നടത്തും, പല വിധത്തിൽ ജാഥകൾ പോകും, പ്രസ് റിലീസ് കൊടുക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പ്രസ് മീറ്റ് വെക്കും, ഓർഗനൈസേഷൻ. ഇതിനെയാണ് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിനെ പറ്റി ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന അവരെ കൊണ്ട് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിക്കുകയാണ് അതിന്റെ ഉദ്ദേശം. ഇനി പബ്ലിസിറ്റിയും പ്രൊപ്പഗാൻഡയും എന്താണ്? പബ്ലിസിറ്റി കൊടുക്കുക സാധാരണ വിധത്തിൽ, എല്ലാ വിധത്തിൽ നമ്മൾ അറിയിക്കുക. മാസ് മീഡിയ വഴിയോ, ന്യൂസ് പേപ്പർ വഴിയോ, ടെലിഫോൺ, ടെലിഗ്രാം, ഇന്റർനെറ്റ് മുഖാന്തരം, പബ്ലിക് പ്ലാറ്റ്ഫോം, അതാണ് ഇപ്പൊ സോഷ്യൽ പ്ലാറ്റ്ഫോം. അതുവഴി അവർ ക്രിട്ടിസൈസ് ചെയ്യും, അതുവഴി അവരെ കളക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അറിയാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ ഈ പ്രഷർ ഗ്രൂപ്പിന് ആൾക്കാരുടെ അറ്റൻഷൻ റിറ്റെയിൻ ചെയ്യാനും
അവരെ കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുപ്പിക്കാനും സാധിക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് സ്ട്രൈക്കും അജിറ്റേഷൻസ് ആണ്. ഇങ്ങനെ സ്ട്രൈക്ക് അജിറ്റേഷൻ ഉണ്ടാക്കി വരുമ്പോൾ ഡെമോൺസ്ട്രേഷൻസ് നമ്മൾ സാധാരണ കാണുന്നത് റോഡില് ഡെമോൺസ്ട്രേഷൻ പോകുന്നത് കാണാറുണ്ട്, സ്ട്രൈക്ക് പോകുന്നത് കാണാറുണ്ട്. ചില സമയം നമ്മൾ ആൾക്കാരെയൊക്കെ ബസ്സൊക്കെ ഹർത്താലൊക്കെ നടത്താറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പ്രഷർ ഗ്രൂപ്പ്സ് ഇല്ല വിധത്തിൽ കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള നടത്തിപ്പിക്കിനെ ബന്ധാക്കുക. അപ്പൊ ആ ബന്ധും ഖരാവും ചെയ്തു വരുമ്പോൾ ഒരു ഷട്ട് ഡൗൺ ആവും. അപ്പൊ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. നമ്മൾ പണ്ട് നേരത്തെ ഗവൺമെന്റിന്റെ ബ്രിട്ടീഷ് കാലത്ത് നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അങ്ങനത്തെ ഒക്കെ നടത്തിയിരുന്ന അതുകൊണ്ടാണ്. ആ ബന്ദിന്റെയും ഇക്കണോമിക്കലി പൈസയുടെ അഭിപ്രായം ബിസിനസ് ഒക്കെ നടത്താണ്ട് വരുമ്പോൾ അവർക്ക് അതൊരു നഷ്ടമാണ്. ഗവൺമെന്റിന് അത് നഷ്ടം, വലിയൊരു നഷ്ടമാണ്. ആ വലിയ നഷ്ടത്തിന് പിക്കറ്റിംഗ് ചെയ്യുക, ഇതൊക്കെ വലിയൊരു പബ്ലിക് അറ്റൻഷൻ കിട്ടുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഫോഴ്സ് ആകുന്നു. അവർ ചെയ്യുന്ന ഉദ്ദേശങ്ങൾ മാറ്റിക്കൊടുക്കാൻ ഗവൺമെന്റ് ഫോഴ്സ് ആവുന്നു. ഇനി പ്രഷർ ഗ്രൂപ്പ് ഇന്ത്യയിലും വെസ്റ്റിലും എങ്ങനെയായിരുന്നു ഒന്ന് നോക്കാം. ആ ആദ്യ കാലഘട്ടത്തിൽ വെസ്റ്റേൺ ടൈമില് പ്രസിഡൻഷ്യൽ ആൻഡ് പാർലമെന്ററി ഫോംസ് ആണ് ഗവൺമെന്റ്. ഇന്ത്യ പാർലമെന്ററി ഡെമോക്രസിയാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും നമ്മളുടെ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. അമേരിക്കൻ പ്രഷർ ഗ്രൂപ്പ്സ് അതിനെ നാലാമത്തെ ഓർഗൻ എന്നാണ് ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യയില് അതിനെ നമ്മൾ സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ട് പൊളിറ്റിക്സിൽ കൂടെ എങ്കിൽ കൂടെയും സെക്കൻഡ് ആയിട്ട് ഇന്ത്യയും ഗ്രേറ്റ് ബ്രിട്ടൻ തമ്മിലാണ് ഒരു കോമ്പിനേഷൻ വരുന്നത്. ക്യാബിനറ്റും സിവിൽ സർവീസും മെയിൻ ടാർഗറ്റ് ആണ് പ്രഷർ ഗ്രൂപ്പ്സ് ലോബിയിങ്ങില്. അപ്പൊ പാർലമെന്റില് അതേമാതിരി അമേരിക്കൻ പ്രഷർ ഗ്രൂപ്പ്സ് അവരുടെ കോൺഗ്രസിനെയാണ് ടാർഗറ്റ് ചെയ്യുക, അതേമാതിരി പ്രസിഡന്റിന്റെ ലോബിയിങ് പർപ്പസിനെയും. തേർഡ് ആയിട്ട് ഇന്ത്യയില് നമ്മൾ കാസ്റ്റ്, മതം, റിലീജിയൻ, റീജിയൻ ഇതിനെ പവർഫുൾ ആയിട്ട് മോഡേൺ ഗ്രൂപ്പ്സ് അതായത് ബിസിനസ് ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതേമാതിരി സിഗ്നിഫിക്കന്റ് ആയിട്ട് അമേരിക്കയിലെ പ്രഷർ ഗ്രൂപ്പ്സ് എടുക്കുന്നത് ഫോറിൻ പോളിസിനെ പറ്റിയാണ്. ആ ഫോറിൻ പോളിസി എന്തൊക്കെ ചെയ്തു, ഡൊമസ്റ്റിക് പോളിസി എന്ത് ചെയ്തു എന്നുള്ള നമ്മുടെ ട്രംപിന്റെ കാലഘട്ടത്തില് ഇലക്ഷൻ ടൈമില് വാൾ കെട്ടുക, മതിൽ കെട്ടുക എന്നുള്ളത്, അങ്ങനത്തെ പോളിസികളൊക്കെ വെച്ചിട്ടാണ് അവര് പ്രഷർ ഗ്രൂപ്പ് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സാധ്യമായിട്ട് പ്രഷർ ഗ്രൂപ്പ് മോഡേൺ പൊളിറ്റിക്കൽ സിസ്റ്റത്തില് എങ്ങനെയൊക്കെയാണ് ഉപദേശിച്ചാൽ മൾട്ടിപ്ലിസിറ്റി ഉണ്ട്. പല വിധത്തിലുള്ള പ്രഷർ ഗ്രൂപ്പും പലരും പലവിധമായ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയിൽ കൂടെ അവരുടെ കാര്യങ്ങൾ വാനിഷ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ എടുത്താനും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് വ്യൂ പ്രഷർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റിയിൽ കൂടെ പൊളിറ്റിക്കൽ പ്രോസസ്സിലേക്ക് വരുന്ന വ്യത്യാസം, അവരുടെ ശബ്ദം എസെൻഷ്യൽ ആയിട്ടുള്ള ജനാധിപത്യത്തിൽ കൂടെ അവര് റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് മൈനോറിറ്റിക്കും ഡിസഡ്വാൻറ്റേജ് ഉള്ള ഗവൺമെന്റ് വേണ്ട എന്നുള്ള ഒരു ലെവലിലേക്ക് വരികയാണ്. ഇവിടെ വുമണും സ്ത്രീകൾക്കും എത്നിക് മൈനോറിറ്റീസ്, ഗൈസ്, അതേമാതിരി ട്രാൻസ്ജെൻഡേഴ്സ് അഡിക്വേറ്റ് ആയിട്ട് ഇന്നാഡിക്വേറ്റ്ലി പൊളിറ്റിക്കൽ പാർട്ടീസിൽ ജോയിൻ ചെയ്യുകയും അവരുടെ ഓപ്പർച്യൂണിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള റെസെന്റ്മെന്റ് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പല വിധത്തിലും നമുക്ക് പൊളിറ്റിക്കൽ പ്രഷർ ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി സാധാരണ ഇൻഡിവിജ്വൽസ് പൊളിറ്റിക്കൽ ലൈഫിൽ ഇലക്ഷൻ ടൈമിൽ 5 കൊല്ലത്തിൽ ഒരിക്കൽ ഇലക്ഷൻ നടക്കുന്നു, ആ പ്രഷർ ഗ്രൂപ്പ് അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നു. അതന്നെ ഈ പ്രഷർ ഗ്രൂപ്പ് ലിങ്ക് ആയിട്ട് ഗവൺമെന്റും ആൾക്കാരും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇലക്ഷൻ ടൈമിൽ. ഈ ഇലക്ഷൻ ടൈമിൽ കൂടെ അവര് പൊളിറ്റീഷ്യൻസ് ഇതിനെ ഒരു ലെജിറ്റിമേറ്റ് ഇൻട്രസ്റ്റ് ആക്കുകയും ഇപ്പോഴത്തെ ജനാധിപത്യത്തിൽ അത് ചാനലൈസ്ഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ വഴിയും ബാലറ്റ് ബോക്സ് വഴിയും ഒക്കെയാണ് അവര് അതിനെപ്പറ്റി പരാമർശിക്കുന്നത്. ഇനി ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗവൺമെന്റ് സ്പെഷ്യലിസ്റ്റ് ഫോർമേഷനില് ഓർഗനൈസേഷന്റെ പ്രഷർ ഗ്രൂപ്പ്സിന്റെ കമ്മിറ്റി ഉണ്ടാവും, കൺസൾട്ടീവ് കമ്മിറ്റികൾ ഉണ്ടാവും, അഡ്വൈസറി ഗ്രൂപ്പ്സ് ഉണ്ടാവും, കമ്മീഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ അഡ്വൈസും ഇൻഫർമേഷൻ എക്സ്പെർട്ട്, സബ്ജക്ട് എക്സ്പെർട്ട്, സ്പെഷ്യലിസ്റ്റ്, ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ഇവര് ഡിസ്കഷൻസ് നടത്തും, ഷേപ്പ് ചെയ്യും. എന്തൊക്കെ വിധത്തിൽ ഏതൊക്കെ വിധത്തിൽ എന്നുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ പരാമർശം പറഞ്ഞ് പബ്ലിക് പോളിസികളിൽ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഗവൺമെന്റിന്റെ ആക്ടിവിറ്റിയിൽ സാധാരണക്കാരായ എല്ലാവരും ഇൻവോൾവ്മെന്റ് ആകാൻ ചാൻസസ് വരിക.
അതേമാതിരി സ്മോൾ ആയിട്ട് അൺഎലക്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്, സ്മോൾ ഇൻ ഗ്രൂപ്പ്, ഇലക്റ്റഡ് ഗ്രൂപ്പ്, മാർക്കിസ്റ്റ്, എലൈറ്റിസ്റ്റ് തിയറിസ്റ്റ്, ഇവരൊക്കെ പൊളിറ്റിക്സിൽ ഡോമിനേറ്റ് ചെയ്യുന്ന സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ ആണ്. പക്ഷെ എങ്കിലും അവരുടെ പ്രസൻസ് അവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നു കുറെ കാലം കഴിയുമ്പോൾ. ഈ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള നേച്ചറിൽ ഫേവറേറ്റിസം വരുന്നത് വെൽത്തി ക്ലാസ്സിനും പവർഫുൾ ക്ലാസ്സിനും. അപ്പോൾ വീക്ക് ആയിട്ടുള്ള മെജോറിറ്റിക്ക് കിട്ടുന്നില്ല. അപ്പൊ റോബർട്ട് പറയുന്നുണ്ട്, അതാ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഭുക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒളിഗാർക്കി ഗവൺമെന്റ്, അങ്ങനെ വരുമ്പോഴും ഈ താഴ്ന്ന നിലയിലുള്ളവർക്ക്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളവർക്ക് ഈ ലീഡേഴ്സ് ചില സമയത്ത് അവര് വലിയ വലിയ ലീഡേഴ്സ് ആയിട്ട് പ്രഷർ ഗ്രൂപ്പിന്റെ ലീഡറായിട്ട് വരുന്നു. അത് ആ സാഹചര്യം കൊണ്ട് വരുന്നതാണ്. ഇനി ഈ പ്രഷർ ഗ്രൂപ്പ് ഓഫൺ ആയിട്ട് ശ്രദ്ധിക്കുന്നത് മുഴുവൻ കറപ്ഷൻസ് മാറ്റാനും ഇന്റിമിനേറ്റിംഗ് മാറ്റാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഈ ക്ലാസ് വൈസ് ആയിട്ട് നമ്മൾ എക്സസീവ് ആയിട്ട് പോസിബിലിറ്റി എടുത്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പ്രഷർ ഗ്രൂപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഈ പ്രഷർ ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞ് മനസ്സിലായി. ഇനി എങ്ങനെയാണ് ഇത് അടുത്ത ഈ ചാപ്റ്ററിലേക്ക് തീരുകയാണ്. അടുത്ത ചാപ്റ്ററിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഇലക്ഷനെ പറ്റിയും ഇലക്ഷൻ മെത്തേഡെ പറ്റിയും ഇലക്ഷന്റെ സ്ട്രാറ്റജികൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത്. ഇലക്ട്രൽ പ്രോസസ് എന്നാണ് പറയുക, അതായത് എലക്ഷൻ ചെയ്യാനുള്ള പ്രോസസ്. അതാണ് ഈ 9ാമത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ വരുന്നത് എലക്ഷൻസ് അല്ലെങ്കിൽ ജനറൽ എലക്ഷൻ ജനാധിപത്യത്തിന് ഒരു നടുത്തൂണാണ്. ആ നടുത്തൂണായ എലക്ഷൻസ് എങ്ങനെ നടത്തുന്നു, എലക്ഷണൽ പ്രാക്ടീസസ് വേൾഡ് വൈഡില് എങ്ങനെയായിരുന്നു, ഇന്ത്യയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ലെസണിൽ ഞാൻ പരാമർശിക്കാൻ പോകുന്നത്. ഇവിടെ എലക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാരെ തെരഞ്ഞെടുക്കുക. ആര് തെരഞ്ഞെടുക്കുന്നു? ആൾക്കാർ സ്വന്തം വോട്ട് കൊടുത്തിട്ട് അഡൽട്ട് ഫ്രാഞ്ചൈസ് വഴിയാണ് ഒരു റെപ്രസെന്റേറ്റീവിനെ ഗവൺമെന്റിലേക്ക് പറഞ്ഞയക്കുന്നത്. ജനപ്രതിനിധിയാണ്. അപ്പോ പാർലമെന്റിൽ ഈ ഇലക്ഷൻ വളരെ റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ 20ാം നൂറ്റാണ്ടിൽ ഇലക്ഷൻസ് വരുമ്പോ സമയത്ത് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ആ പ്രോബ്ലം വന്നോ. പിന്നെ പോപ്പുലർ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം വരുന്നു, സീക്രട്ട് ബാലറ്റ് സിസ്റ്റം വരുന്നു, ഇലക്ട്രൽ ഫെയർനെസ് വരുന്നു, കോമ്പറ്റീഷൻ, ചോയ്സ്, ഇതൊക്കെയാണ് ബേസിക് പ്രിൻസിപ്പിൾസ്. അപ്പൊ ഈ ബേസിക് പ്രിൻസിപ്പിൾസ് ചൂസ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ് അവരാണ് നാളെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഈ ലെസണിൽ കൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇപ്പൊ ഇവിടെ കമ്പാരിസൺ വരുമ്പോഴത്തേക്കും എന്താണ് ഇലക്ട്രൽ സിസ്റ്റം? ഇലക്ട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു മെഷീനറിയാണ്. മെഷീനറി കണ്ടക്ടിങ് എലക്ഷൻ നടത്താനുള്ള, എങ്ങനെ നടത്തണം, ഏത് വിധത്തിൽ നടത്തണം, സ്ട്രക്ചർ ഓഫ് ബാലറ്റ് എങ്ങനെയായിരിക്കണം, ഇലക്ഷൻ ക്യാമ്പയിൻ എങ്ങനെയായിരിക്കും, എത്രത്തോളം എക്സ്പെൻഡിച്ചർ ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം വരണം, ഏത് ഡേറ്റിൽ വോട്ട് ചെയ്യണം, എങ്ങനെയാണ് കൗണ്ടിങ് ചെയ്യേണ്ടത്, ഇതിനൊക്കെയാണ് ഇവിടെ ഈ ടെക്നിക്കൽ ആയിട്ട് നമ്മൾ പറയുന്ന ടേം ഇലക്ട്രൽ സിസ്റ്റം എന്നാണ്. ഈ ഇലക്ട്രൽ സിസ്റ്റം ആണ് മനുഷ്യരുടെ അല്ലെങ്കിൽ സിറ്റിസന്റെ റെപ്രസെന്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്ന ആ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ ഇവിടെ 3 കമ്പോണൻസ് ഉണ്ട്. ഒന്ന് സ്ട്രക്ചർ ഓഫ് ദ ബാലറ്റ് എന്തായിരിക്കും, പിന്നെ ഇലക്ട്രൽ ഫോർമുല, ഡിസ്ട്രിക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡും. അപ്പോ ബാലറ്റ് സ്ട്രക്ചർ എന്താ പറയാ വെച്ചാല് ഒരു വോട്ടറിന് എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കാറ്റഗറിക്കലി പെർമിറ്റ് ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത് എങ്ങനെ, വൺ കാൻഡിഡേറ്റിന്, ഒൺലി സിംഗിൾ കാൻഡിഡേറ്റിന് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ബാലറ്റിലും ഇതേമാതിരി ഓർഡിനൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഇലക്ട്രൽ ഫോർമുലയില് ഈ മെക്കാനിസം കൺവേർട്ട് ചെയ്ത് സീറ്റ്സ് ആക്കി മാറ്റുന്നു. ജനറലി സാധാരണ 3 മെക്കാനിസം ഉണ്ട്. സീറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്യുന്നത്, ഒന്ന് പ്ലൂരാലിറ്റി, ഒന്ന് മെജോറിറ്റേറിയൻ, ഒന്ന് പ്രപ്പോർഷണൽ. അപ്പൊ എന്താണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇലക്ട്രൽ ഡിസ്ട്രിക്റ്റില് നമ്മള് ഒരു ഇന്ത്യയിലും ബ്രിട്ടനിലും ഇത് തന്നെയാണ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയും. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര സീറ്റ് ഉണ്ടാവും, എത്ര ആൾക്കാരായിരിക്കും എലക്ഷൻ നിൽക്കുക, അതിന്റെ റെപ്രസെന്റേറ്റീവ്സ് എത്ര പേര്, അവിടുത്തെ ആൾക്കാരുടെ നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മൾ
അതിനെ നിശ്ചയിക്കുന്നത്, കോൺസ്റ്റിറ്റ്യുവൻസി നിശ്ചയിക്കുന്നത്. ഇനി ഇലക്ട്രൽ സിസ്റ്റത്തില് ലോകത്തിലെ പല വിധത്തിലും പല ഇലക്ട്രൽ സിസ്റ്റംസ് ഉണ്ട്. അതിന്റെ ഇലക്ട്രൽ ക്ലാസിഫൈ ചെയ്ത് വരുമ്പോൾ ബാലറ്റ്, ഇലക്ട്രൽ ഫോർമുല, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, മാഗ്നിറ്റ്യൂഡ്, ഇതില് നാല് കാറ്റഗറി ഉണ്ട്. ഒന്ന് പ്ലൂറാലിറ്റി സിസ്റ്റം, 2 മെജോറിറ്റി സിസ്റ്റം, 3 പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ സിസ്റ്റം, 4 മിക്സഡ് മെമ്പർ സിസ്റ്റം. ഇങ്ങനെയാണ് ഈ ടൈപ്പിനെ ഇലക്ട്രൽ സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പ്ലൂറാലിറ്റി സിസ്റ്റത്തിനെ പറ്റിയാണ്. അതാണ് ഏറ്റവും പഴയതും പഴയതായിട്ടുള്ള ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നാണ് അതിനെ പറയാ, FPTP. ഇതില് പ്ലൂറാലിറ്റിയില് വിന്നിംഗ് കാൻഡിഡേറ്റ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് വിന്നിംഗ് കാൻഡിഡേറ്റ് ആയിട്ട് വരിക. അപ്പോ ലോക്സഭ, വിധാൻസഭ ഇലക്ഷൻസിലൊക്കെ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്. അതേമാതിരി തന്നെ ഇത് ഫിലിപ്പൈൻസിലും വെനിൻസുലയിലും മെമ്പേഴ്സിനെ ലോവർ ഹൗസിലേക്കും എടുക്കുന്നതും, അതേമാതിരി ലോവർ ഹൗസ് കാനഡ, യുണൈറ്റഡ് കിങ്ഡം ആൻഡ് USA. അപ്പൊ ഈ സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഒരു മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ സിംഗിൾ വോട്ട് സിസ്റ്റം അവരുടെ കാൻഡിഡേറ്റിനാണ് കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പാർട്ടീനെ കാട്ടിലും. അപ്പൊ ആ സ്ട്രക്ചറൽ ബാലറ്റ് പ്രിൻസിപ്പൽ എന്താ സിസ്റ്റം, കാൻഡിഡേറ്റിന്റെ ഏത് കാൻഡിഡേറ്റ് ആണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അങ്ങേർക്കായിരിക്കും മെമ്പർഷിപ്പ് കിട്ടുക, അല്ലെങ്കിൽ വിജയി എന്ന് പ്രഖ്യാപിക്കുക. ആ വിജയിനെ കാൻഡിഡേറ്റിന് കിട്ടുന്ന അനുസരിച്ച് മാക്സിമം നമ്പർ വോട്ട് എങ്ങനെ വരുന്നു അതായിരിക്കും. ആ മെത്തേഡിനെയാണ് നമ്മൾ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം. ആ റിസംബ്ലൻസ് റേസ് കൊടുക്കുന്നത് ഏറ്റവും ഡിക്ലെയർഡ് ആയിട്ടുള്ള വിന്നറായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി മെജോറിറ്റി സിസ്റ്റം എന്താ നോക്കാം. മെജോറിറ്റി സിസ്റ്റത്തില് 2 റൗണ്ട് വേരിയൻസ് ഉണ്ട്, 2 റൗണ്ട് സിസ്റ്റം ഉണ്ട്. അതായത് ഓൾട്ടർനേറ്റീവ് വോട്ട് സിസ്റ്റം അല്ലെങ്കിൽ 2 റൗണ്ട് വോട്ട് സിസ്റ്റം. ഇതെന്താന്ന് വെച്ചാല് ഈ 2 റൗണ്ട് വോട്ട് സിസ്റ്റത്തില് 2 റൗണ്ടിൽ വോട്ടിംഗ് നടക്കുന്നു. അതിൽ കൂടി മെജോറിറ്റി, ആബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടുന്നതാണ് ഫസ്റ്റ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടിൽ ആ ആബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടിയ അടുത്ത വോട്ടിംഗിലേക്ക് വരുന്നു. ആ വോട്ടിലേക്ക് വരുമ്പോൾ കാൻഡിഡേറ്റ് ഫസ്റ്റ് റൗണ്ടിൽ മാക്സിമം വോട്ടിംഗ് കിട്ടിയ ആളെ ഡിക്ലെയർഡ് വിന്നർ എന്ന് പ്രഖ്യാപിക്കുന്നു. ഇനി ഒരാൾക്കും മാക്സിമം കിട്ടിയില്ല, അങ്ങനെ വരികയാണെങ്കിൽ ടോപ്പിലുള്ള 1-2 എടുക്കും. അതിന്റെ സെക്കൻഡ് റൗണ്ട് വോട്ടിംഗ് കൂടെ കൊടുത്തിട്ട് അതിൽ അബ്സല്യൂട്ട് മെജോറിറ്റി വരുന്നതാണോ അതിന് ആ ആൾക്കാർക്കും വിന്നർ എന്ന് പ്രഖ്യാപിക്കുക. ഇങ്ങനത്തെ സിസ്റ്റം വരുമ്പോൾ വോട്ടേഴ്സിന് കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാം റാദർ ദാൻ ദ പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പൊ അങ്ങനെ വരുന്ന സിംഗിൾ കാൻഡിഡേറ്റ് സിസ്റ്റം വൺ പാർട്ടി ടു അതർ പാർട്ടി പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ മാറ്റാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ട്. ഇതേമാതിരി തന്നെ 2 റൗണ്ട് സിസ്റ്റത്തില് കാറ്റഗറി വരുമ്പോ ബാലറ്റ് സ്ട്രക്ചർ ആണ്. അതിനെ നമ്മൾ പറയാറുള്ളത് ഡബിൾ ബാലറ്റ് സിസ്റ്റം ഓർ റൺ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നു. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഫ്രാൻസും ഇറാനും മാലിയും വിയറ്റ്നാമും. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് വോട്ട് സിസ്റ്റത്തിൽ AV എന്ന് പറയും. സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസും പ്രാക്ടിക്കൽ വോട്ടിംഗും ഉണ്ട്. അപ്പൊ വോട്ടേഴ്സ് എല്ലാരും കാൻഡിഡേറ്റ്സ് റാദർ പ്രിഫർ ചെയ്യുന്നത് വൺ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസി എന്നാണ്. അപ്പോ അവിടെ അവർ വോട്ടിംഗ് ചെയ്യുന്നത് അവരുടെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കും, 1 ബിസൈഡ് എന്താ പറയാ ഫസ്റ്റ് ചോയ്സ് 1, 2 സെക്കൻഡ് ചോയ്സ്, 3 തേർഡ് ചോയ്സ്, അങ്ങനെ പോകുന്നു. അപ്പൊ പ്രയോറിറ്റി അനുസരിച്ച് വോട്ടിനെ കൗണ്ട് ചെയ്തെടുക്കുകയും ആ വിന്നിംഗ് കാൻഡിഡേറ്റ് ആരാന്നുള്ളത് ആർക്കാണോ അബ്സല്യൂട്ട് ആയിട്ട് 1 കിട്ടിയിട്ടുള്ളത്, കൂടുതൽ 1 കിട്ടിയവര്, അങ്ങനെയാണ് അതിനെ പ്രിഫറൻസ് എടുക്കുക. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ എക്സ്ക്ലൂഡ് ചെയ്ത് മാറ്റി അവരുടെ വോട്ടിനെ സെക്കൻഡ് പ്രിഫറൻസിലേക്ക് കൊണ്ടുവരുന്ന അതിൽ നിന്ന് എടുത്തിട്ട് അവര് ബോട്ടം ലൈനിലുള്ള കാൻഡിഡേറ്റിന്റെ വോട്ടിനെ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടിയതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് വിന്നറിനെ പ്രഖ്യാപിക്കുക. അപ്പൊ ഈ സ്ട്രക്ചർ ബാലറ്റിന് ഓർഡിനൽ വോട്ട് ഫോർ എന്താ പറയാ പാർട്ടീസിന് ഇതിന് നമ്മൾ
പ്രിഫറൻഷ്യൽ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയാറുണ്ട് ഓസ്ട്രേലിയയില്. പിന്നെ ഇൻസ്റ്റന്റ് റൺ ഓഫ് വോട്ടിംഗ് എന്ന് അതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പറയുന്നു. ഇനി പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്താ? 19ാം നൂറ്റാണ്ടിൽ പ്രപ്പോർഷണേറ്റ് എത്ര യൂറോപ്യൻ ഡെമോക്രസി ഉണ്ടോ അവിടെ പ്രപ്പോർഷൻ ആയിട്ട് വരുന്നത് ആൾക്കാരുടെ പ്രപ്പോർഷൻ അനുസരിച്ച്. അത് UK-ലും ഫ്രാൻസിലും മെയിൻ എക്സെപ്ഷൻസ് ഉണ്ട്. മൾട്ടി പ്രിഫേർഡ് ഇലക്ട്രൽ സിസ്റ്റം ഉപയോഗിക്കും. അപ്പോൾ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ PR ഇതില് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോർഷൻ കൊടുത്ത് പെർസെന്റേജ് എടുത്ത് അതിന്റെ നാഷണൽ ഇലക്ഷനിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ഈ സീറ്റ്സ് എത്രത്തോളം സീറ്റ്സ് കിട്ടുന്നു ഒരു പാർട്ടിക്ക് എന്നുള്ളതാണ് വോട്ടിന്റെ ഷെയർ. അപ്പൊ ഒരു പർട്ടിക്കുലർ പാർട്ടി പ്രപ്പോർഷണൽ പാർട്ടി 30% നാഷണൽ വോട്ട് റിസീവ് ചെയ്തത് 30% ലെജിസ്ലേച്ചറിന്റെ സീറ്റ് ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ടേം ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ മെജോറിറ്റേറിയൻ സിസ്റ്റം വരുമ്പോഴത്തേക്കും ഹൈ ഡിഗ്രി പ്രപ്പോർഷനിലേക്കാണ് പോവുക. വോട്ട് കാസ്റ്റ് വന്നത് പ്രപ്പോർഷനിലേക്കാണ്. അപ്പോൾ സീറ്റ്സ് കിട്ടുന്നതും അതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇനി ഇതില് പ്രപ്പോർഷണൽ സിസ്റ്റത്തിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം, രണ്ടാമത്തത് ലിസ്റ്റ് സിസ്റ്റം. ഈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം മെജോറിറ്റി അല്ലെങ്കിൽ FPT സിസ്റ്റം ഇതിൽ വരുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള സിംഗിൾ നാഷണൽ കോൺസ്റ്റിറ്റ്യുവൻസി ആരാണോ വോട്ടേഴ്സിന് സിംഗിൾ വോട്ടാണ് കാസ്റ്റ് ചെയ്യേണ്ടത്. ഇനി സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം മാറ്റാവുന്നത്, അവിടെ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവും. അവർക്ക് വോട്ടേഴ്സിന് കാൻഡിഡേറ്റ്സിന് പാർട്ടിക്ക് കൊടുക്കണമെന്നില്ല, കാൻഡിഡേറ്റ്സിനാണ് അവർ വോട്ട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മെയിൻ ആയിട്ട് കാൻഡിഡേറ്റ്സ് കണ്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇലക്ഷനിൽ നിൽക്കുന്ന ആൾക്കാർ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കും. അപ്പോൾ അവിടെ ഇതേമാതിരി ഓൾട്ടർനേറ്റീവ് വോട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ എംപ്ലോയ് ചെയ്യേണ്ടത് പ്രിഫറൻഷ്യൽ വോട്ടിംഗ് ആണ്. പ്രിഫറൻഷ്യൽ വോട്ടിംഗ് എന്ന് പറയുമ്പോൾ ആ മീനിങ് വോട്ടറിന് ഒരു സിംഗിൾ വോട്ടേ ഉള്ളൂ. ആ കാൻഡിഡേറ്റിന് ഏത് കാൻഡിഡേറ്റ് ആണോ നിങ്ങളുടെ ഓർഡറിലെ പ്രിഫറൻസ്, അല്ലാണ്ട് വോട്ടിങ്ങിലെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കാൻഡിഡേറ്റിന് എത്രത്തോളം കോട്ട കിട്ടുന്നോ നമ്മൾ അതിന് പറയുന്നതാണ്, എത്രത്തോളം പെർട്ടിക്കുലർ ആയിട്ട് ഒരു കോട്ട കിട്ടുന്നോ അതിന് നമ്മൾ ഗ്രൂപ്പ് കോട്ട എന്ന് പറയും. അതായത് മിനിമം നമ്പർ ഓഫ് വോട്ട് ആ കാൻഡിഡേറ്റ് സെക്യൂർ ചെയ്തത് അതിന്റെ വിന്നർ ആകാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനിൽ കൂടെ നോക്കുമ്പോൾ എത്രത്തോളമാണോ ആ ഇലക്ട്രൽ വോട്ടിന്റെ കോട്ട സഫീഷ്യന്റ് ഉള്ളത്, എത്രത്തോളമാണോ ടോട്ടൽ വാലിഡ് വോട്ട് കിട്ടിയത്, എത്രത്തോളമാണോ ഡിസ്ട്രിക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്, എത്ര നമ്പർ ഓഫ് സീറ്റ്സ് ബിൽഡ് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ വരുന്നത്, ഇതാണ് കാൽക്കുലേഷൻ എടുക്കുന്നത്. ആ കാൽക്കുലേഷന്റെ പ്രകാരം 4 കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇലക്ട്രൽ കോട്ട ആകെ മൊത്തം 20,000-ൽ 1 ആണെങ്കിൽ, അല്ലെങ്കിൽ 20,000-ൽ 1 മേലെയാണെങ്കിൽ എങ്ങനെ വരും? അപ്പോൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം പ്രകാരം വോട്ടെല്ലാം കൗണ്ട് ചെയ്ത് ഫസ്റ്റ് പ്രിഫറൻസിൽ കൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കോട്ടയിലെ ഫസ്റ്റ് പ്രിഫറൻസ് എലക്ട് ചെയ്ത് സർപ്ലസ് വോട്ട് വരുന്നതിന് ട്രാൻസ്ഫർ ചെയ്യാണ് കാൻഡിഡേറ്റ്സിന്. സെക്കൻഡ് പ്രിഫറൻസിൽ വരുന്നതും ഇതേമാതിരി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കാൻഡിഡേറ്റിന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സർപ്ലസ് ആയിട്ടുള്ള വോട്ടുകളാണ് ഫസ്റ്റ് പ്രിഫറൻസിലേക്ക് പോകുന്നത്. ലാസ്റ്റ് പ്ലേസിൽ ഇരുന്ന കാൻഡിഡേറ്റിനെ മാറ്റി എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അവരുടെ വോട്ടും എടുത്ത് ബാക്കിയുള്ള റിമൈനിങ് കാൻഡിഡേറ്റിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ സെക്കൻഡ് പ്രിഫറൻസിലേക്ക് പോകുന്നു. ഇതിനുശേഷം ഈ ഇലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ വോട്ടിന് രണ്ടാമത് ആ ഫില്ല് ചെയ്ത് കോൺസ്റ്റിറ്റ്യുവൻസി വരുമ്പോൾ സിംഗിൾ ആയിട്ട് വോട്ടിംഗ് സിസ്റ്റം ട്രാൻസ്ഫറബിൾ വരുന്നത് അനുസരിച്ചിട്ടാണ് ഓഡിയൽ ബാലറ്റ് സ്ട്രക്ചർ വരുന്നത്. ഈ മെത്തേഡാണ് നമ്മളുടെ ഇന്ത്യൻ രാജ്യസഭയിൽ ഇലക്ഷൻസിന് ഉപയോഗിക്കുന്നത്. അതേമാതിരി സ്റ്റേറ്റ് അസംബ്ലിയിലും 1 മൾട്ടിപ്പിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസിയിലും MLA-ന്
1 ട്രാൻസ്ഫറബിൾ വോട്ടായിട്ടും വരുന്നു. ഇതിന് സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും ഓസ്ട്രേലിയയിലെ സെനറ്റിലും പാർലമെന്ററി ഇലക്ഷൻസ് മാൾട്ടയിലും അയർലൻഡിലും ഇതിനെ പ്രയോഗപ്പെടുത്തി വരുന്നുണ്ട്. ഇനി ലിസ്റ്റ് സിസ്റ്റം എന്താന്ന് നോക്കാം. ഈ ലിസ്റ്റ് സിസ്റ്റത്തിൽ കൂടെ നോക്കുമ്പോൾ മൾട്ടി മെമ്പർ ആണ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഒന്നിൽ കൂടുതൽ നാഷണൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അപ്പൊ അങ്ങനെ വരുമ്പോ സിംഗിൾ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് നെതർലാൻഡ്, ഇസ്രായേൽ ആൻഡ് സ്ലോവക്യ, ഇവിടെയൊക്കെ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അതേസമയം ഫിൽഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ലിസ്റ്റിന്റെ വോട്ടേഴ്സിന്റെ ഒറ്റ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടാണ് അത് വരുന്നത്. അപ്പൊ ജനറലി നോക്കുകയാണെങ്കിൽ വോട്ടേഴ്സ് വോട്ട് കാൻഡിഡേറ്റ്സിനാണ്, അല്ലാണ്ട് പാർട്ടിക്കല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പാർട്ടി സബ്മിറ്റ് ചെയ്ത കാൻഡിഡേറ്റിനാണ് ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സീറ്റ്സിന് അലൊക്കേഷൻ കൊടുത്തിട്ട് അതിനെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് അവരുടെ നമ്പർ ഓഫ് വോട്ട്സ് നാഷണൽ ഇലക്ഷൻ വഴിയും അതേമാതിരി തന്നെ റിസീവ് ചെയ്യുന്ന ഷെയർ എത്ര സീറ്റ്സ് ലെജിസ്ലേച്ചറിൽ കിട്ടുന്നു എന്നുള്ളതും നമുക്ക് പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് ഇവിടെ സീറ്റ്സിന് ഫില്ല് ചെയ്യാൻ സീറ്റ്സിന് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് എടുക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 20% ടോട്ടൽ വോട്ട്, അതിൽ ഇലക്ഷൻ 160 സീറ്റ് ലെജിസ്ലേച്ചർ, അതില് 8 സീറ്റ് 160/20 ഇതില് അവാർഡ് ചെയ്ത് വരുമ്പോൾ ടോപ്പ് ആയിട്ടുള്ള 8 കാൻഡിഡേറ്റ്സ് ആണ് ആദ്യത്തെ ലിസ്റ്റിൽ വരിക. ആ ലിസ്റ്റില് അവരുടെ പ്യോർ ആയിട്ടുള്ള ഫോം ആയിട്ടുള്ള പ്രിപ്പയർഡ് പാർട്ടി ലിസ്റ്റിൽ വരും. ഇതേമാതിരി തന്നെ ഇത് തന്നെയാണ് ഇസ്രായേലിലും സൗത്ത് ആഫ്രിക്കയിലും സ്പെയിനിലും യൂസ് ചെയ്തിട്ട് അതിനെ അവർ ക്ലോസ്ഡ് ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നു. ഈ റാങ്ക്ഡ് പ്രൊവിഷൻ വരുന്ന നമ്പർ ഓഫ് സീറ്റ്സിന് ലെജിസ്ലേച്ചറിലും വോട്ടിങ്ങിലും വേറെ ചോയ്സ് ഇല്ല വോട്ട് ചെയ്യാൻ. ആ കാൻഡിഡേറ്റിന് അവർ പറഞ്ഞിട്ടുള്ള ലിസ്റ്റഡ് ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ്സിനാണ് ആ ഓർഡറിൽ അവർക്ക് വോട്ട് ചെയ്യേണ്ടത്. ലിസ്റ്റ് ഏത് പാർട്ടി ലിസ്റ്റ് ഉണ്ടാക്കിയോ ആ ലിസ്റ്റ് പ്രകാരം അങ്ങനെയാണ് അതിന്റെ വോട്ടിംഗ് വരിക. അപ്പൊ പെർട്ടിക്കുലർ ആയിട്ട് ആ പാർട്ടി വിൻ ചെയ്യുമ്പോൾ 9 സീറ്റ്സ് നാഷണൽ ലെജിസ്ലേച്ചറിൽ പോകും. അങ്ങനെ ലിസ്റ്റ് എടുത്തിട്ട് പാർട്ടിയുടെ ഒഫീഷ്യൽസിന്റെ കൺട്രോളാണ് അത് വരിക. അതാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എത്രത്തോളം വുമൺ അതേമാതിരി മൈനോറിറ്റീസ് ഇതൊക്കെ നാഷണൽ ലെവലില് ടോപ്പ് ലിസ്റ്റ് വരാൻ പറ്റും. കൊളംബിയ, ഫിൻലാൻഡ്, ഇന്തോനേഷ്യ, ചിലി, ഡെൻമാർക്ക്, നെതർലാൻഡ്സ് ഇതൊക്കെ ഓപ്പൺ ലിസ്റ്റ് സിസ്റ്റം ഉപയോഗിക്കുന്ന പാർട്ടി, ഈച്ച് പാർട്ടി അവർ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് ആണ്. ഇനി നമ്മൾ മിക്സഡ് മെമ്പർ സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. മിക്സഡ് മെമ്പർ സിസ്റ്റത്തില് ഈ സീറ്റ്സ് ഫിൽ ചെയ്ത് വരുന്നത് പ്ലൂറാലിറ്റിന്നോ മെജോറിറ്റിന്നോ സിംഗിൾ മെമ്പർ ഡിസ്ട്രിക്ട്സിലോ അതർ സ്റ്റേറ്റ്സ് ഫിൽഡ് ബൈ PR. ഇവിടെ ജർമ്മനിയില് 50% സീറ്റ് നാഷണൽ ലെജിസ്ലേച്ചർ ഫിൽഡ് ബൈ ഫുൾ ചെയ്തെടുത്തത് പ്ലൂറാലിറ്റി ഫോർമുല ഇൻ സിംഗിൾ മെമ്പർ ആണെങ്കിൽ ഡിസ്ട്രിക്ട്സിലെ ബാക്കിയുള്ള 50% ഫിൽഡ് എങ്ങനെയാ ഫിൽ ചെയ്ത് വെച്ചാല് പാർട്ടി ലിസ്റ്റിന്റെ വേരിയന്റ് പ്രയോറിറ്റി അനുസരിച്ച്. അപ്പോൾ മിക്സഡ് മെമ്പർ സിസ്റ്റം എയിം ചെയ്യുന്നത് എന്താണ്? ടു അച്ചീവ് ബാലൻസ് അക്കൗണ്ടബിലിറ്റി. റെപ്രസെന്റേറ്റീവ്സിനെ അസോസിയേറ്റ് ചെയ്യുന്ന സിംഗിൾ മെമ്പർ ആയാലും പ്ലൂറാലിറ്റി സിസ്റ്റം ആയാലും റെപ്രസെന്റേഷൻ വരുമ്പോൾ അത് വോട്ടേഴ്സ് കാസ്റ്റ് ചെയ്യുന്ന വോട്ട്സ് എലക്ടഡ് കാൻഡിഡേറ്റിന് വോട്ടും പാർട്ടി ബേസ്ഡ് വോട്ടും കാൻഡിഡേറ്റ് ടയറിൽ വരുമ്പോൾ അതില് പാർട്ടി ലിസ്റ്റിന് റെസ്പെക്റ്റീവ്ലി പ്ലൂറാലിറ്റി റെസ്പെക്റ്റീവ്ലി. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഡിവിഷണൽ ബാലറ്റ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വോട്ടേഴ്സ് അവർ ചെയ്യുന്ന വോട്ടിന്റെ കാൻഡിഡേറ്റ് വൺ പാർട്ടി ആൻഡ് ലിസ്റ്റ് ചെയ്യുന്ന പാർട്ടിന്റെ ടയർ ഡിഫറെന്റ് ഉള്ളത് കൊണ്ട് ഈ മിക്സഡ് മെമ്പർ സിസ്റ്റത്തില് 2 ടൈപ്സ് ഉണ്ട്. മിക്സഡ് മെമ്പർ പ്രപ്പോർഷണൽ സിസ്റ്റം MMP അല്ലെങ്കിൽ മിക്സഡ് മെമ്പർ മെജോറിറ്റേറിയൻ സിസ്റ്റം MMM. അപ്പൊ ഇവിടെ ഫോർമറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ടയറിലും പാർട്ടി ലിസ്റ്റ് ടയറിലും ലോവസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ സെൻസ് വരുന്നത് സീറ്റ്സ് ഏത് പാർട്ടിക്ക് കിട്ടുന്നു, പ്രപ്പോർഷണൽ ആയിട്ട് ആർക്ക് കിട്ടുന്നു അതാണ് നോക്കുക. അതിനെ കോമ്പൻസേറ്ററി ചെയ്യുന്നത്
കളക്റ്റീവ് ആയിട്ടുള്ള സീറ്റ്സിനെ എടുത്തിട്ട് റിമെയിൻ മാറ്റി അവര് ഡിസ്പ്രപ്പോർഷനേറ്റിലേക്ക് കൊണ്ടുവരികയും അതിനെ മിക്സഡ് മെമ്പർ മെജോറിറ്റി സിസ്റ്റം, കാൻഡിഡേറ്റ് ടയർ സിസ്റ്റം, പാർട്ടി ലിസ്റ്റ് ടയർ സിസ്റ്റം ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് സീറ്റ്സും റെപ്രസെന്റേറ്റീവ്സിന് 2 ടയറിലും മെക്കാനിസവും അച്ചീവ് ചെയ്ത് ഓവറോൾ പ്രൊപ്പോർഷനബിലിറ്റി എടുത്തിട്ടാണ് അത് വിന്നറിനെ ഡിക്ലെയർ ചെയ്യുക. ആ സിസ്റ്റമാണ് ജപ്പാനിലും റഷ്യയിലും തായ്ലാൻഡിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതൊക്കെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യാൻ പറ്റുന്നത്, പ്രൊപ്പോർഷനാലിറ്റിനെ ഏത് ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്? ആ അഫക്ട് ചെയ്യുന്ന പ്രൊപ്പോർഷണൽസിൽ നോക്കുമ്പോൾ നമ്മൾക്ക് പാർട്ടി ലാർജസ്റ്റ് പാർട്ടിയുടെ അഡ്വാൻറ്റേജ് സ്മോളസ്റ്റ് പാർട്ടിക്ക് കിട്ടില്ല. അപ്പൊ അതേമാതിരി പ്രൊപ്പോർഷനാലിറ്റി വേരിയൻസിൽ നോക്കുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് മാഗ്നിറ്റ്യൂഡും ഡിവൈസ് ഓഫ് ഇലക്ട്രൽ ത്രസ്ഹോൾഡ് നോക്കുമ്പോൾ ഈ ലെവൽസ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി മാറും. അപ്പോൾ ഈ പ്രൊപ്പോർഷനാലിറ്റി മാറി വരുമ്പോഴത്തേക്കും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചിലി, ഐസ്ലാൻഡ്, സ്പെയിൻ സൈസ് വന്ന് മാഗ്നിറ്റ്യൂഡ് ആവറേജ് 236 റെപ്രസെന്റേറ്റീവ്. ഇതിന്റെ നോക്കുമ്പോൾ ഇവിടെ ഡിക്രീസ് ഇൻ പ്രൊപ്പോർഷനാലിറ്റി വരുന്നത് അവരുടെ ഫേവർ ഓഫ് ലാർജർ പാർട്ടീസിലാണ്. സ്മോളർ പാർട്ടീസിനെക്കാട്ടിൽ കൂടുതൽ വരുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ അവർക്ക് ജയിക്കാൻ, വിൻ ചെയ്യാൻ, ഒരു ലെജിസ്ലേച്ചറിലേക്ക് വിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഇതേമാതിരി ലാർജർ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഇസ്രായേൽ പാർട്ടിയിലും ഹയർ ലെവൽ പ്രൊപ്പോർഷനാലിറ്റി വരുന്നുണ്ട്, ചിലിയെക്കാട്ടിലും അയർലൻഡിനെക്കാട്ടിലും സ്പെയിനെക്കാട്ടിലും. അപ്പോ സ്മോൾ പാർട്ടീസിന്റെ റെപ്രസെന്റേഷൻ ആ ലെജിസ്ലേച്ചറിൽ വളരെ കുറവായിരിക്കും. ഇനി ഇതിനെ പറ്റി നമ്മൾ ഇലക്ട്രൽ ത്രഷോൾഡ് എന്ന് പറയും. ഈ PR സിസ്റ്റം, പ്രയോറിറ്റി സിസ്റ്റത്തിന് പ്രൊപ്പോർഷൻസ് ഉണ്ട്. മിനിമം പെർസെന്റേജ് ഇത്ര വേണം, പാർട്ടിക്ക് ഏത് ത്രഷോൾഡും സീറ്റ് കിട്ടാണ്ട് പോകും, അങ്ങനെയൊക്കെ വരുന്ന ഒരു വോട്ടിംഗ് ഒരു പെർസെന്റേജ് ഉണ്ട്. ആ പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലില് 214 3.25% കിട്ടി പാർട്ടി ഗെയിൻ റെപ്രസെന്റേഷൻ. അതേമാതിരി ക്രോസ് ചെയ്തത് 303.25 വോട്ടിനാണ്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡിഫറെന്റ് ഇലക്ട്രൽ സിസ്റ്റം അതിന്റെ അസസ്മെന്റും എന്താണ്. ഈ അസസ്മെന്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പാർട്ടി എത്ര ചെയ്യുന്നു അവരുടെ അസസ്മെന്റ് എടുക്കുമ്പോഴായിരിക്കും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ ക്രൈറ്റീരിയ മനസ്സിലാക്കി വരുന്നത്. അപ്പോ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റ്, ഫെയർ റെപ്രസെന്റേഷൻ, മോർ റെപ്രസെന്റേറ്റീവ് ഫോംസ്. ഈ ഇങ്ങനത്തെ സിസ്റ്റം കൊണ്ടുവന്നതിൽ മാത്രമേ ആ ബാലൻസ് പറ്റുള്ളൂ, സ്റ്റെബിലിറ്റി റെപ്രസെന്റേഷൻ. ഇതില് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പ്ലൂറാലിറ്റി ആൻഡ് മെജോറിറ്റി സിസ്റ്റത്തിനെ പറ്റിയാണ് ഞാനിപ്പോൾ പരാമർശിക്കാൻ പോകുന്നത്. ഇവിടെ പെർട്ടിക്കുലർലി FPT സിസ്റ്റത്തില് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ട് മെക്കാനിസം വരുന്നത് അണ്ടർസ്റ്റാൻഡബിൾ ഫോർ എല്ലാവർക്കും മനസ്സിലാക്കാനും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും ആദ്യത്തേത്. രണ്ടാമത്തേത് വെച്ചാല് ഹയർ ലെവൽ ഓഫ് കാൻഡിഡേറ്റിന്റെ റെക്കഗ്നേഷൻ, അതേമാതിരി വോട്ടേഴ്സിന്റെ ഐഡന്റിഫിക്കേഷൻ, അമാതിരി അവരുടെ റെപ്രസെന്റേറ്റീവ് തന്നെയാണോ അത് സിസ്റ്റത്തിൽ വരുന്നത്. കാൻഡിഡേറ്റ്സ് ആർ വോട്ടർക്ക് കാൻഡിഡേറ്റിനെ അറിയാം, അവിടെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട് റെപ്രസെന്റേറ്റീവും കാൻഡിഡേറ്റുമായിട്ട്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജനാധിപത്യ റെസ്പോൺസിബിലിറ്റിയിലെ അക്കൗണ്ടബിലിറ്റി പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട് സിറ്റിസന്. അതില് സോളായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡ്യൂട്ടീസും കോൺസ്റ്റിറ്റ്യുവൻസി, ഏത് കോൺസ്റ്റിറ്റ്യുവൻസി റെപ്രസെന്റ് ചെയ്ത് വരുന്നോ ആ കോൺസ്റ്റിറ്റ്യുവൻസിയില് ആ കാൻഡിഡേറ്റ് അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ, 1 റെപ്രസെന്റേറ്റീവ് ആണ്. ഇപ്പോ ചാണ്ടി ഉമ്മൻ ജയിച്ചു വന്നപ്പോൾ അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് അങ്ങേരുടെ ധർമ്മമായിട്ട് വരുന്നു. അതേമാതിരി തന്നെ സിംഗിൾ പാർട്ടി ഗവൺമെന്റ് ഫോം ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം മെജോറിറ്റി കിട്ടുന്നോ ആ മെജോറിറ്റി കിട്ടുന്നവരാണ് സിംഗിൾ പാർട്ടി ആയിട്ട് ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അങ്ങനെ വരുന്ന ഗവൺമെന്റിന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും. അതേമാതിരി എക്സ്ട്രീം പാർട്ടീസ് ഗെയിൻ റെപ്രസെന്റേഷൻ വരികയാണെങ്കിലും എടുത്താൻ പറ്റും. ഇതൊക്കെ നമ്മൾ പാർട്ടി സിസ്റ്റത്തിൽ വരുന്ന ഒരു കാര്യമാണ്.
ഇനി പ്ലൂറാലിറ്റി പാർട്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ലെജിസ്ലേറ്റീവ് സിംപ്ലി എന്താ പറയാ പാർട്ടി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൗണ്ട് ചെയ്താണ് അലൊക്കേഷൻസ് കൊടുക്കുന്നത്. അതേമാതിരി തന്നെ സെക്കൻഡ് സീറ്റ്സ്, നമ്മുടെ സീറ്റ് അലോട്ട്മെന്റ് ഇതേ ബേസ്ഡ് ആയിട്ട് മെജോറിറ്റി പാർട്ടി കിട്ടുന്ന അനുസരിച്ചായിരിക്കും അവിടെ സീറ്റ് അലോട്ട്മെന്റ് വരിക. അപ്പോ ഈ അണ്ടർ റെപ്രസെന്റേഷൻ വരുന്ന സ്മോൾ പാർട്ടീസ് ഉണ്ട്, അവർക്ക് കാൻഡിഡേറ്റ്സിന് കിട്ടാറില്ല. സാധാരണമായിട്ട് അതൊക്കെ വേസ്റ്റഡ് വോട്ട്സ് എന്നാണ് നമ്മൾ പറയാറ്. അതേമാതിരി തന്നെ ഈ FPT സിസ്റ്റത്തില് ലെജിസ്ലേച്ചറിന്റെ ഗവൺമെന്റിന്റെ ഫോംഡ് ബൈ ദ പാർട്ടീനെ അവർ പെർസെന്റേജ് 35% ആണ് അവർ. അപ്പൊ ടാക്ടിക്കൽ വോട്ടിംഗ് എന്ന് പറയും. അതിനെ ടാക്ടിക്കൽ ഉപയോഗിച്ചിട്ടുള്ള വോട്ടിംഗ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷനിലാണ്. അപ്പോ ഇതില് അഡ്വക്കേറ്റ്സ് ചെയ്യുന്നത് എന്താ വെച്ചാല് പാർട്ടീസിൽ ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ട് ഇവരുടെ വേസ്റ്റഡ് വോട്ടിനെ എടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിന്റെ മേലെ തന്നെ ഈ സ്മോൾ പാർട്ടീസിന് ഒരു റെപ്രസെന്റേഷൻ കിട്ടാനോ, ലെജിസ്ലേച്ചറിൽ റെപ്രസെന്റേഷൻ കിട്ടാനോ, അതേമാതിരി അവർക്ക് ഇഗ്നോർ ചെയ്തിട്ടുള്ള വോട്ടിനെ എടുത്ത് മാറ്റാനോ, ഇതിനെ പറ്റിയായിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതില് മൂന്നാമതായിട്ട് പറയുന്നത് ഇവർക്ക് വൈഡർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, സ്ത്രീകൾക്കും മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനും റെപ്രസെന്റേഷൻ കിട്ടുന്ന ലെജിസ്ലേച്ചറിലാണ് ഈ 2 വേസിൽ ഉപയോഗിക്കുക. അതായത് അവരുടെ കൗണ്ടിങ്, വോട്ടിംഗ് കൗണ്ടിങ്, അലൊക്കേഷൻ ഓഫ് സീറ്റ്, റിയലൈസേഷൻ ഏത് വിധത്തിലാണോ പൊളിറ്റിക്കൽ പാർട്ടി ഇൻക്ലൂഡ് ചെയ്യുന്നത്, കാറ്റഗറീസ് അനുസരിച്ചിട്ടാണോ പാർട്ടി ലിസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ ഈ ലെസ് നമ്പർ ഓഫ് വേസ്റ്റഡ് ആയിട്ടുള്ള വോട്ടിനെ പ്രയോറിറ്റി അനുസരിച്ച് ഹയർ പ്രൊഡക്ഷൻ, ഹയർ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കിട്ടുന്നുണ്ട്. പ്ലൂറാലിറ്റി ബേസ്ഡ് ആയുള്ള FPTP സിസ്റ്റത്തിനെയും മെജോറിറ്റി സിസ്റ്റത്തിലും വരുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് റെപ്രസെന്റേറ്റീവ് ലെജിസ്ലേച്ചറിൽ റിഫ്ലക്റ്റിംഗ് എന്താ വരുന്നത്, മൾട്ടിപ്ലിസിറ്റി ആണ്. ഇൻട്രസ്റ്റും ഒപ്പീനിയന്റെയും മൾട്ടിപ്ലിസിറ്റി ആണ് വരുന്നത്. ആ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് റിയൽ പ്രൊപ്പോർഷനാലിറ്റി വരുന്നുണ്ടോ, ലാർജ് ഡിസ്ട്രിക്റ്റിന്റെ മാഗ്നിറ്റ്യൂഡിൽ എത്രത്തോളം വരുന്നുണ്ട്, അതിന്റെ വീക്ക്നെസ് എന്താണെന്ന് നോക്കാം. ആ വീക്ക്നെസ് എന്താന്ന് വെച്ചാല് ഈ ബ്രേക്കപ്പ്, റെപ്രസെന്റേറ്റീവ്സും കോൺസ്റ്റിറ്റ്യുവൻസീസും ഇവരുടെ ലാർജ് മാഗ്നിറ്റ്യൂഡും വോട്ടേഴ്സിന്റെ വോട്ട്, പാർട്ടിക്കുള്ള വോട്ടും ലിസ്റ്റിൽ എടുത്ത് പ്രപ്പോർഷനിൽ നോക്കുന്നു. ബിക്കോസ് ഇത് രണ്ടും വരുന്നത് കൊണ്ട് ഒഫീഷ്യൽ പാർട്ടീസ് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതിനാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ആ സിസ്റ്റം വഴി അവർ ലോക്കൽ റെസ്പോൺസിബിലിറ്റീസും അക്കൗണ്ടബിലിറ്റിയും ആ കോൺസ്റ്റിറ്റ്യൂവൻസ് കൊടുക്കുകയും അവിടെ ക്ലോസ്ഡ് സിസ്റ്റം വഴി വോട്ടേഴ്സിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന അൺപോപ്പുലർ മെമ്പേഴ്സിനെ പാർട്ടി മാറ്റി അവർ ഇൻഡിവിജ്വൽ നിയർ ടോപ്പിലുള്ളവരെ ആയിരിക്കും അവർ റീ ഇലക്ഷന് ഉദ്ദേശിക്കുക. അതേമാതിരി ആ പാർട്ടിയുടെ പ്രൊപ്പോർഷണൽ വോട്ട് ഷെയറിലേക്ക് അവരെ കൊണ്ടുവരും. ഇനി ഇതേമാതിരി പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഇൻഇഫക്റ്റീവ് ആയിട്ടുള്ള, ഫ്രാഗ്മെന്റഡ്, ചെറിയ വീക്കായിട്ടുള്ള ഗവൺമെന്റ്സിൽ ബ്രോഡായിട്ടുള്ള ഫോർമുലേഷൻ വരുന്നത് അപ്പോഴാണ് കോയിലേഷൻ ഗവൺമെന്റ് വരുന്നത്. ഈ കോയിലേഷൻ ഗവൺമെന്റ് വരുമ്പോൾ ഒരു പാർട്ടിയും സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടാണ്ട് വരുമ്പോൾ ചെറിയ പാർട്ടിക്കാരെ കൂടെ കൂട്ടിച്ചേർത്ത് കോയിലേഷൻ ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. ആ കോയിലേഷൻ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫോർമേഷൻ ഓഫ് ഗവൺമെന്റ് സിംഗിൾ മെജോറിറ്റി പാർട്ടിയുടെ മാതിരി ആയിരിക്കില്ല. അവിടെ വരുന്നത് എപ്പോഴും കോയിലേഷൻ ഫോർമേഷനിൽ നമ്മൾ പറയുന്നത് ബാർഗൈനിങ് ഉണ്ടാവും. ഈ പോളിസികൾ തമ്മിലുള്ള ബാർഗൈനിങ്, സീറ്റ് തമ്മിലുള്ള ബാർഗൈനിങ്. അപ്പൊ ഇഫക്റ്റീവ് ആയിട്ടോ സ്ട്രോങ് ആയിട്ടോ സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് കോയിലേഷൻ ഗവൺമെന്റിൽ സാധാരണ കാണാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ക്രിട്ടിക്സ് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കോയിലേഷൻ ഗവൺമെന്റ് എപ്പോഴും ഒരു സ്ഥിരതയില്ലാത്ത ഗവൺമെന്റ് ആയിരിക്കും. അത് സ്ഥിരതയില്ലാത്തത് കൊണ്ട് അതിൽ എത്രത്തോളം ഇഫക്റ്റീവ്നെസ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി തന്നെ എക്സ്ട്രീമിസം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും മിക്സഡ് മെമ്പർ സിസ്റ്റത്തിന് നോക്കുകയാണെങ്കിൽ മിക്സഡ് പ്ലൂറാലിറ്റി പാർട്ടിയിലും ഇതേമാതിരി മിക്സഡ് ആയിട്ടുള്ള സ്വിച്ച് ഓഫ് ചെയ്ത് വരുമ്പോൾ ഈ മിക്സഡ് ആയിട്ടുള്ള പാർട്ടികൾ ഇലക്ട്രൽ സിസ്റ്റത്തിൽ വരുന്നതും
MP സിസ്റ്റത്തിൽ വന്നാലും ഇവരുടെ സെക്കൻഡ് ആയിട്ട് നമ്മൾ ഇത് കാണാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ വോട്ട് വേസ്റ്റ് ചെയ്ത വോട്ടിനെയും അവർ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ. തേർഡ് ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു സിംഗിൾ മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി കോമ്പോണന്റ് ഇലക്ട്രലിൽ വരുമ്പോൾ അത് രണ്ട് ലാർജ് പാർട്ടീസ് ആയിട്ട് വരികയും ലേറ്റർ ഓൺ അതിനെ ഒരു ഇൻഡിവിജ്വൽ സീറ്റ്സിലേക്ക് മാറുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് റെപ്രസെന്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ലാർജ് രണ്ട് പാർട്ടീസ് മേക്കിംഗ് കോയിലേഷൻ ഫോർമേഷൻ വന്നാൽ ഈസി ആകും, സ്റ്റെബിലിറ്റി ഈസി ആകും. മൾട്ടി പാർട്ടി കോയിലേഷൻ ഗവൺമെന്റിനെ കാട്ടിലും രണ്ട് പാർട്ടികൾ വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് നന്നായിട്ട് വരാൻ പറ്റുമെന്നുള്ളതാണ് ഉദ്ദേശം. സിംഗിൾ പാർട്ടി ഫോർമേഷനിൽ അതേമാതിരി സിംഗിൾ പാർട്ടി ഫോർമേഷനിലും റെസ്ട്രിക്ട് ചെയ്ത ലെവൽസിലേക്ക് കൊണ്ടുവരിക. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും നമ്മൾക്ക് ഉദ്ദേശിച്ചു വരുമ്പോൾ മാക്സിമം നമ്മൾ പാർട്ടീനെ ബേസ് ചെയ്ത് വരണം. നന്ദി, നമസ്കാരം.